ഇന്ന് സംഭവിച്ച വാർത്തകളിലേക്ക് വിശദമായി. BJP ബാന്ധവ വിവാദത്തിൽ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ നീക്കി. ഇന്നലെ ചേർന്ന CPIM സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കടുത്ത വിമർശനമുണ്ടായതിന് പിന്നാലെയാണ് നടപടി. TP രാമകൃഷ്ണനാണ് ഇനി ഇടതുമുന്നണി കൺവീനർ. സംഘടനാ നടപടിയല്ലെന്ന് പറയുമ്പോഴും മുന്നണിയെ നയിക്കുന്നതിൽ EP ജയരാജന് പരിമിതികളുണ്ടായെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഞാൻ യഥാർത്ഥത്തിൽ ജാവേദ് ഇക്കരെ കണ്ടിട്ട് എത്ര മാസമായി, എന്നെ കാണാൻ വന്നതാണ്. അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായി. അപ്പോൾ ഒരു വീട്ടിൽ ഒരാൾ വന്നപ്പോൾ ഇറങ്ങിപ്പോകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ വളരെ സന്തോഷപൂർവ്വം നമസ്കാരം പറഞ്ഞു. എന്താ വന്നു വെച്ചാൽ ഞങ്ങൾ ഇതിലേ കൂടി പോവുകയായിരുന്നു. അപ്പോൾ നിങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞു, ഒന്ന് കാണാം. ഇതാണ് ഞാനുമായി അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ള കാര്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിയെയും മുന്നണിയെയും വെട്ടിലാക്കിയ ഈ പ്രതികരണമാണ് EP ജയരാജന്റെ സ്ഥാനം തെറിപ്പിച്ചത്. ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയത്തിൽ നടപടി വൈകുന്നതിനുള്ള CPIയുടെ അതൃപ്തി ഉയർത്തി MV ഗോവിന്ദനാണ് ചർച്ചയ്ക്ക് തുറക്കമിട്ടത്. പിന്നാലെ EP ജയരാജൻ രാജിസന്നദ്ധത അറിയിച്ചു. എന്നാൽ നടപടി നേരത്തെ വേണമെന്ന VN വാസവന്റെ അഭിപ്രായം EP ജയരാജനെ ക്ഷുഭിതനാക്കി. തുടർന്ന് ചിന്താ ഫ്ളാറ്റിലെ മുറിയൊഴിഞ്ഞ് ഇന്ന് രാവിലെ എയർ ഇന്ത്യ എക്സ്പ്രസിൽ EP ജയരാജൻ കണ്ണൂരിലേക്ക് മടങ്ങി. പ്രകാശ് ജാവ്ദേക്കറുമായി നടന്നത് രാഷ്ട്രീയ കൂടിക്കാഴ്ച ആയിരുന്നില്ലെന്നും അതിനാലാണ് പാർട്ടിയെ അറിയിക്കാതിരുന്നെന്നുമായിരുന്നു വിഷയത്തിൽ EP-യുടെ വിശദീകരണം. കണ്ണൂരിലെത്തിയ EP ജയരാജൻ ഒറ്റ വാക്കിൽ മാധ്യമങ്ങളോട് മറുപടി ഒതുക്കി. പറയാനുള്ളപ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കാം. CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണന് പകരം ചുമതല നൽകിയിട്ടുണ്ട്. മുന്നണി പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിൽ EP ജയരാജന് പരിമിതികളുണ്ടായെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. അത് സംബന്ധിച്ച് LDFന് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായി കേന്ദ്രീകരിക്കുന്നതിൽ സഖാവിന് പരിമിതിയുണ്ടായിരുന്നു. ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഒരു മാറ്റത്തിന് തീരുമാനിച്ചത്. EP ജയരാജനെ മാറ്റിയത് പ്രത്യേക സാഹചര്യത്തിൽ നിന്ന് പറയാനാകില്ലെന്ന് നിയുക്ത LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ കൺവീനറുമായി പലപ്പോഴും ആളുകൾ മാറി മാറി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു മാറ്റമാണ് ഇക്കാര്യത്തിലും പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. കുറച്ചു വൈകിയെങ്കിലും ഒരു മുഴം മുൻപേയുള്ള CPM-ന്റെ ഏറാണ് EP ജയരാജന്റെ സ്ഥാനചലനം. നാളെ മുതൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ്. താഴെത്തട്ടിലുള്ള വിമർശനങ്ങൾ ഒഴിവാക്കുക കൂടി CPIM ലക്ഷ്യമിടുന്നു. ഷഫീദ് റൌത്തർ, 24, തിരുവനന്തപുരം. പിണറായി വിജയനും CPIM-ഉം കൈവിട്ടതോടെ EP ജയരാജന്റെ പതനം വേഗത്തിലായി. ഇനി ജയരാജൻ BJP-യിൽ ചേരുമോ, CPIM-ൽ തുടരുമോ എന്ന ചർച്ചകളും സജീവമാണ്. വിവാദങ്ങൾ ജയിച്ച് ശക്തനായി തിരിച്ചുവരാൻ നേരത്തെ ജയരാജന് തുണയായത് പിണറായി വിജയനാണ്. ഇത്തവണ പക്ഷേ പിണറായിയുടെ പിന്തുണ MV ഗോവിന്ദനായിരുന്നു. വിഭാഗീയത നിറഞ്ഞ കാലത്ത് ജില്ലാ കമ്മിറ്റികളെയും നേതാക്കന്മാരെയും പിണറായിക്കൊപ്പം നിർത്തിയതാണ് EP ജയരാജൻ. ഇതിനുള്ള പ്രത്യുപകാരമായിരുന്നു വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തൽ. ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കാൻ തീരുമാനിച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പിണറായി വിജയനും പങ്കെടുത്തിരുന്നു. മുമ്പേ നീക്കേണ്ടതായിരുന്നെന്ന് ഒരു മന്ത്രി തുറന്നടിച്ചപ്പോൾ EP ജയരാജൻ ക്ഷുഭിതനായി. മുഖ്യമന്ത്രി നിശബ്ദത പാലിച്ചതോടെ തീരുമാനം തനിക്കെതിരെന്ന് EP മനസ്സിലാക്കി. യോഗത്തിനു പിന്നാലെ AKG സെന്റർ ഫ്ളാറ്റിൽ നിന്ന് സാധനങ്ങളുമെടുത്ത് EP പടിയിറങ്ങി. സാങ്കേതികമായി EP ജയരാജൻ ഇപ്പോഴും കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അവിടെ നിന്നും ഒഴിവാക്കണമോ എന്ന് കേന്ദ്ര കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. അതൃപ്തനാണ് EP. സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ കണ്ണൂരിലേക്ക് പോയതും അതൃപ്തി പരസ്യമാക്കാനാണ്. ഇനി എന്താണ് EP-യുടെ നീക്കം? CPIM-ൽ തുടരുമോ? ഇനിയൊരു തിരിച്ചുവരവ് EP-ക്കുണ്ടാകുമോ? അതോ നടപടിക്ക് വഴിയൊരുക്കിയതിന് നിമിത്തമായ BJP-യിൽ ചേരുമോ? EP-യുടെ നിലപാടറിയാൻ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. 24, തിരുവനന്തപുരം. ബലാത്സംഗ കേസ് പ്രതിയായ M മുകേഷ് MLA സ്ഥാനം രാജിവെക്കില്ലെന്ന് CPIM. രാജ്യത്തെ ജനപ്രതിനിധികൾക്കെതിരെയുള്ള കേസുകൾ എണ്ണിപ്പറഞ്ഞായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മുകേഷിന് രക്ഷാകവചം ഒരുക്കിയത്. കുറ്റാരോപിതനായ ഘട്ടത്തിൽ രാജി ആവശ്യമില്ലെന്നും കുറ്റക്കാരനായാൽ നടപടിയെടുക്കുമെന്നാണ് MV ഗോവിന്ദന്റെ വിശദീകരണം. വിഷയത്തിൽ പാർട്ടി പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടിന്റെ നിലപാടിനെ സംസ്ഥാന സെക്രട്ടറി തള്ളി. M മുകേഷിനെ പരമാവധി സംരക്ഷിക്കുകയാണ് CPIM. ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങൾ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. UDF-ന്റെ 2 MLA-മാർക്കെതിരെ നേരത്തെ ലൈംഗിക പീഡന പരാതിയിൽ കേസെടുത്തിട്ട് അവർ രാജിവെച്ചിട്ടില്ല എന്നതടക്കമുള്ള വാദങ്ങൾ നിരത്തിയാണ് മുകേഷിനെ സംരക്ഷിക്കാനുള്ള CPIM നിലപാട്. ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി, അനിൽകുമാർ, IB ഈഡൻ, പീതാംബരക്കുറുപ്പ്, ശശി തരൂർ തുടങ്ങിയവരുടെ എല്ലാം പേരിൽ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നുവെങ്കിലും അവരാരും MLA സ്ഥാനമോ MP സ്ഥാനമോ രാജിവെച്ചിട്ടില്ല. നിങ്ങൾ അങ്ങനെ ചെയ്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തെന്ന നിലപാട് വേണ്ടെന്നായിരുന്നു
പാർട്ടി വെബ്സൈറ്റിലെ ലേഖനത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് വ്യക്തമാക്കിയത്. ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: പാർട്ടി നിലപാടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ പാർട്ടി സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ചർച്ച ചെയ്തെടുത്ത നിലപാടാണ് നിങ്ങളോട് ഈ പത്രസമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ വിശദീകരിച്ചത്. അതാണ് പാർട്ടി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എക്സിക്യൂട്ടീവിന്റെ ഭാഗമാകുന്നതുകൊണ്ടാണ് ആരോപണം ഉയരുമ്പോൾ മന്ത്രിമാർ രാജിവെക്കുന്നത്. MLA-മാർ അങ്ങനെയല്ല. ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ച ശേഷം കുറ്റവിമുക്തനായാൽ ധാർമ്മികതയുടെ പേരിൽ തിരികെ വരാൻ കഴിയില്ല എന്നാണ് രാജി ഒഴിവാക്കാനുള്ള മറ്റൊരു ന്യായീകരണം. കുറ്റം ആരോപിക്കപ്പെട്ടയാൾ നിയമസഭാ സാമാജികത്വം രാജിവെച്ചാൽ പിന്നീട് നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യം വന്നാൽ അവരെ തിരിച്ചെടുക്കുന്നതിനുള്ള നിയമ സംവിധാനം ഇല്ല. സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കാൻ CPIM തീരുമാനിച്ചിട്ടുണ്ട്. മുകേഷിന്റെ രാജി ആവശ്യം മുന്നോട്ട് വെച്ച CPI-യെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം മുകേഷിന്റെ രാജി ആവശ്യം വരും ദിവസങ്ങളിലും ശക്തമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. 24 തിരുവനന്തപുരം. EP ജയരാജന് തല്ല്, M മുകേഷിന് തലോടൽ. CPIM സംസ്ഥാന സമിതി തീരുമാനത്തെ ഇങ്ങനെ സംഗ്രഹിക്കാം: വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് EP ജയരാജനെതിരായ നടപടിയെന്ന് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായമുയർന്നു. മുകേഷിന്റെ രാജിക്കാര്യത്തിൽ തീരുമാനമാകുമെന്ന് പൊതുസമൂഹം പ്രതീക്ഷിച്ചെടുത്ത് നടപടിക്ക് വിധേയനായത് EP ജയരാജനാണ്. വിവാദങ്ങൾ ഉയരുമ്പോൾ ജനശ്രദ്ധ തിരിക്കാൻ താൻ ബലിയാടാകുന്നുവെന്ന നിലപാട് EP-ക്കുമുണ്ടെന്നറിയുന്നു. CPIM പലപ്പോഴും ഊറ്റം കൊള്ളുന്നത് മുഖ്യമന്ത്രിയുടെ ഡയലോഗ് കൂട്ടുപിടിച്ചാണ്. നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കുമറിയില്ലെന്ന ഡയലോഗാണത്. വേറൊരു പാർട്ടിയല്ല, വേറിട്ടൊരു പാർട്ടിയാണ് CPIM എന്ന് അണികൾ ആവർത്തിക്കുകയും ചെയ്യും. എന്നാൽ ലൈംഗിക പീഡന ആരോപണം നേരിടുന്ന മുകേഷിന്റെ കാര്യമെത്തുമ്പോൾ വേറിട്ട പാർട്ടിയല്ല, വേറൊരു പാർട്ടി മാത്രമായി CPIM മാറുന്നു. രാജിവെക്കാതിരിക്കാൻ മറ്റു പാർട്ടി ജനപ്രതിനിധികൾ സ്ഥാനങ്ങളിൽ തുടരുന്നതിന്റെ സമീകരണമാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയത്. മറ്റു പാർട്ടിക്കാർ അങ്ങനെ ചെയ്തു, അതുകൊണ്ട് നമ്മളും ചെയ്യുന്നുവെന്ന വാദം അംഗീകരിക്കാനാവില്ലെന്ന് PB അംഗങ്ങളായ ബൃന്ദ കാരാട്ടും സുഭാഷിണി അലിയും പറഞ്ഞിരുന്നു. ഇരുവരുടെയും വാദം തള്ളിയാണ് CPIM സംസ്ഥാന കമ്മിറ്റി മുകേഷ് വിഷയത്തിൽ തീരുമാനമെടുത്തത്. 24 തിരുവനന്തപുരം. M മുകേഷ് MLA-ക്കെതിരെ നടപടിയെടുക്കാൻ CPIM നേതൃത്വം മടിച്ചു നിൽക്കുമ്പോൾ അന്വേഷണത്തോട് തന്നെ മുഖം തിരിച്ച് മുകേഷ് സഹകരിക്കുമെന്ന് കോടതിയിൽ ഉറപ്പ് നൽകിയിട്ടും ഫ്ളാറ്റിൽ തെളിവ് ശേഖരണത്തിനെത്തിയ അന്വേഷണ സംഘത്തിന് MLA താക്കോൽ കൈമാറിയില്ല. വിവാദങ്ങൾക്കിടെ ഫേസ്ബുക്ക് പേജിൽ പെരുമൺ പാലത്തിന്റെ ചിത്രം മുകേഷ് പോസ്റ്റ് ചെയ്തത് എന്തിന് എന്ന ചോദ്യവും ഉയരുകയാണ്. പരാതിയിൽ അറസ്റ്റുണ്ടാകാതിരിക്കാൻ അന്വേഷണ സംഘത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നായിരുന്നു കോടതിയിൽ മുകേഷിന്റെ ഉറപ്പ്. 24 മണിക്കൂർ തികയും മുൻപ് ഉറപ്പ് വെറും വാക്കായി. പരാതിയിൽ തെളിവ് ശേഖരണത്തിനെത്തിയ അന്വേഷണ സംഘത്തിന് മരടിലെ ഫ്ളാറ്റിന്റെ താക്കോൽ മുകേഷ് നൽകിയില്ല. നേരത്തെ വിവരമറിയിച്ചെത്തിയ അന്വേഷണ സംഘം ഫ്ളാറ്റിനു മുന്നിൽ 1 മണിക്കൂറോളം കാത്തുകിടന്നു. ഭരണകക്ഷി MLA ആയതിനാൽ ഒന്നും ചെയ്യാനാകില്ലെന്ന തിരിച്ചറിവിൽ പോലീസ് സംഘം മടങ്ങി. പീഡനമുണ്ടായത് മരടിലെ മുകേഷിന്റെ ഫ്ളാറ്റിൽ വെച്ചാണെന്ന മൊഴിയുള്ളതിനാൽ ഫ്ളാറ്റിലെ തെളിവെടുപ്പ് അന്വേഷണ സംഘത്തിന് ഒഴിവാക്കാനാകില്ല. അടുത്ത ദിവസം താക്കോൽ എത്തിച്ചു നൽകണമെന്ന് മുകേഷിനോട് വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫ്ളാറ്റിന്റെ 2 താക്കോലുകളും മുകേഷിന്റെ കൈവശമെന്നാണ് കെയർടേക്കർ പോലീസിനെ അറിയിച്ചത്. നിസ്സഹകരണം അന്വേഷണത്തെ വൈകിപ്പിക്കുമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അതിനിടെ MLA പദവിയിൽ നിന്നുള്ള രാജി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നടപടിക്ക് CPIM മടിച്ചു നിൽക്കുമ്പോഴാണ് മുകേഷിന്റെ നിസ്സഹകരണം. താൻ തന്നെയാണ് MLA എന്ന് പറയാതെ പറയുന്നതിനാണോ മുകേഷിന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നും വ്യാഖ്യാനമുണ്ട്. ഭരണകക്ഷി MLA എന്ന സ്വാധീനം ഉപയോഗിച്ച് അന്വേഷണവുമായി ഇനിയും സഹകരിക്കാതെ മുകേഷ് മുന്നോട്ടു പോയാൽ അക്കാര്യം കോടതിയെ അറിയിക്കാനും മുകേഷിന്റെ ജാമ്യ ഹർജിയെ എതിർക്കാനുമാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. S. ശ്യാംകുമാർ, 24 കൊച്ചി. മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് കൊല്ലത്തെ MLA ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി ചാർജ് നടത്തി. സംഘർഷത്തിൽ പ്രവർത്തകർക്കും പോലീസുകാർക്കും പരുക്കേറ്റു. സമരം തുടങ്ങി 6ാം ദിവസമാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം സംഘർഷത്തിലേക്ക് വഴിമാറിയത്. മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് MLA ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മങ്കുട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. പിന്നാലെ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. ബാരിക്കേഡ് മറികടന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ PS സരിതാജ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പിന്നാലെ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിചാർജ്.
കൊല്ലം വെസ്റ്റ് CI ഫയാസ് അടക്കം 2 പോലീസുകാർക്കും 6 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും സംഘർഷത്തിൽ പരിക്കേറ്റു. രാജി ആവശ്യപ്പെട്ടുള്ള സമരം ശക്തമായി തുടരുമെന്നാണ് യൂത്ത് കോൺഗ്രസ് നിലപാട്. 24 കൊല്ലം. മലയാള സിനിമയെ നിലവിലെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കണമെന്ന അഭ്യർത്ഥനയുമായി മോഹൻലാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നെന്നും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടട്ടെ എന്നും താരം പറഞ്ഞു. സിനിമയിൽ പവർ ഗ്രൂപ്പിൽ താനില്ലെന്നാണ് സിനിമാരംഗത്തെ വിവാദങ്ങളിൽ ആദ്യമായി പ്രതികരിച്ച മോഹൻലാലിന്റെ മറുപടി. മോഹൻലാൽ എവിടെയായിരുന്നു, ഒളിച്ചോടി പോയി എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരിടത്തേക്ക് ഒളിച്ചോടി പോയിട്ടില്ല. ഞാൻ നിങ്ങളുടെ ഒപ്പം കഴിഞ്ഞ 47 വർഷമായിട്ട് സഞ്ചരിക്കുന്ന ആളാണ്. അതിന് ഒളിച്ചോടി പോയിട്ടില്ല. എൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾ, ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിലില്ലായിരുന്നു. ഞാൻ ഗുജറാത്തിലായിരുന്നു, പിന്നെ ബോംബെയിലായിരുന്നു, മദ്രാസിലായിരുന്നു. ഉത്തരം പറയാതെ ഒളിച്ചോടിയെന്ന വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞു തുടക്കം. മലയാള സിനിമ നേരിടുന്ന പ്രതിസന്ധിയുടെ ആഴം മോഹൻലാലിന്റെ വാക്കുകളിൽ വ്യക്തം. സിനിമാ വ്യവസായത്തെ തകർക്കരുതെന്നും നിശ്ചലമാക്കരുതെന്നും ആവർത്തിച്ചുള്ള അഭ്യർത്ഥന. വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഇൻഡസ്ട്രിയാണ്. ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ടായിരുന്ന ഇൻഡസ്ട്രിയാണ്, ഉള്ള ഇൻഡസ്ട്രിയാണ്, ഉണ്ടാകാൻ പോകുന്ന ഇൻഡസ്ട്രിയാണ്. മറ്റ് ഭാഷകളിലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ സിനിമയുടെ മഹത്വം അറിയുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് ഈ ഒരു ഫോക്കസ് ഞങ്ങളിലേക്ക് മാത്രമായി ഈ സിനിമ ഇൻഡസ്ട്രിയെ തകർക്കരുത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ മോഹൻലാൽ സ്വാഗതം ചെയ്തു. ഹേമ കമ്മിറ്റിയുടെ ചോദ്യങ്ങൾക്ക് താനും മറുപടി പറഞ്ഞതാണ്. കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമെന്നും മോഹൻലാൽ. ഞാൻ 2 പ്രാവശ്യം ആ കമ്മിറ്റിയുടെ മുമ്പിൽ പോയിരുന്ന് സംസാരിച്ച ആളാണ്. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറഞ്ഞു. ഇതിന് പുറകെ ഒരു സർക്കാരുണ്ട്, അവരെ നിയമിച്ച ഒരു കമ്മിറ്റിയുണ്ട്. സർക്കാർ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. പോലീസുണ്ട്. ഇതിൽ ഒരു കുറ്റം ചെയ്തു എന്ന് പറയുന്നവർക്ക് പിന്നാലെ പോലീസുണ്ട്. അതിൻ്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കോടതി വരെ എത്തി നിൽക്കുന്നൊരു വിഷയമാണ്. തനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകരിൽ നിന്ന് ചോദ്യങ്ങൾ ഉയർന്നു. അന്വേഷണത്തിലുള്ള കാര്യങ്ങളിൽ തനിക്ക് ഉത്തരമില്ലെന്ന് മറുപടി. പവർ ഗ്രൂപ്പ് ആരോപണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ: നമുക്ക് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരൊക്കെയാണെന്നൊക്കെ അറിയട്ടെ. എന്നാലല്ലാതെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പവർ ഗ്രൂപ്പിൽ പെട്ട ഒരാളല്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഇങ്ങനെ അറിയുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നമുക്ക് ആ റിപ്പോർട്ട് വരട്ടെ, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. താരസംഘടന അമ്മയ്ക്കെതിരായ വിമർശനങ്ങളെയും പ്രതിരോധിക്കാനായിരുന്നു മോഹൻലാലിന്റെ ശ്രമം. അമ്മ ട്രേഡ് യൂണിയൻ സംഘടനയല്ലെന്ന് വിശദീകരണം. എല്ലാത്തിനും അമ്മയെ വിമർശിക്കുന്നത് ശരിയല്ലെന്നും മോഹൻലാൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമുള്ള വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയായിരുന്നു താരസംഘടന അമ്മയിൽ നിന്ന് പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെ രാജിവെച്ചത്. എന്നിട്ടും മോഹൻലാൽ പരസ്യമായി പ്രതികരിക്കാത്തതിൽ ചലച്ചിത്ര മേഖലയിൽ നിന്നുൾപ്പെടെ കടുത്ത വിമർശനം ഉയർന്നിരുന്നു. 24 തിരുവനന്തപുരം. ദുരനുഭവങ്ങളെ തുടർന്നാണ് മലയാള സിനിമ ഉപേക്ഷിച്ചതെന്ന് നടി കസ്തൂരി. സംവിധായകരും പ്രൊഡക്ഷൻ മാനേജരും മോശമായി പെരുമാറി. പ്രൊഡക്ഷൻ മാനേജറുടെ മുഖത്തടിച്ചാണ് മലയാളം സിനിമ വിട്ടതെന്നും കസ്തൂരി 24നോട് തുറന്നു പറഞ്ഞു. In the industry, I have faced some idiots, especially in a Malayalam film. That is why I stopped acting in Malayalam. That production manager got a slap from me. വർഷങ്ങൾക്ക് മുൻപ് പ്രമുഖ മലയാള നടിക്ക് നേരെ ആക്രമണമുണ്ടായപ്പോൾ കാര്യമായ പിന്തുണ മേഖലയിൽ നിന്ന് ലഭിച്ചില്ല. ഇതിന്റെ മുതലും പലിശയും ചേർത്താണ് ഇപ്പോൾ എല്ലാവരും അനുഭവിക്കുന്നതെന്ന് കസ്തൂരി തുറന്നടിക്കുകയാണ്. തുറന്നു പറയുന്നതിൽ മലയാള നടിമാരോട് ബഹുമാനമുണ്ട്. തമിഴിൽ ഖുഷ്ബു സുന്ദർ ഉൾപ്പെടെയുള്ളവർ ഒന്നും പ്രതികരിക്കുന്നില്ല. ഇങ്ങ തമിഴ്നാട്ടിൽ ഒരുത്തർ കൂടെ പേசுறதுக்கு கூட பயப்படுறாங்க. They are afraid to talk. People like Khushbu are afraid to talk. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കാര്യമായി ഒന്നുമില്ല. എന്നാൽ മാറ്റത്തിന്റെ തുടക്കമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാറി இன்னும் 1000 റിപ്പോർട്ട്സ് വന്നാലും യൂസ് இருக்காது. Until government passes laws and people start respecting any women. இந்த ரெண்டு தான் ஃபர்ஸ்ட் வேணும். തമിഴ് സിനിമാ രംഗത്തും ഹേമ കമ്മിറ്റി മാതൃകയിൽ അന്വേഷണം നടത്തുമെന്ന നടൻ വിശാലിന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ പവർഫുള്ളായ നടൻ എന്ന നിലയിൽ വാഗ്ദാനങ്ങൾ നൽകാതെ കൃത്യമായി ഇടപെടുകയാണ് വേണ്ടതെന്നും കസ്തൂരി പറഞ്ഞു. ശ്രീകാന്ത് ഗൗരിശപട്ടത്തിനൊപ്പം ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി, 24. സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണ പരാതികളിൽ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തു. സംവിധായകൻ രഞ്ജിത്ത്, നടന്മാരായ സുധീഷ്, ഇടവേള ബാബു എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. സംവിധായകൻ VK പ്രകാശിനെതിരായ ആരോപണത്തിൽ അന്വേഷണ സംഘം പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. കോഴിക്കോട് സ്വദേശിയായ യുവാവ് നൽകിയ പരാതിയിലാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. സിനിമയിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി. ജൂനിയർ ആർട്ടിസ്റ്റ് നൽകിയ പരാതിയിലാണ് നടൻ സുധീഷ്, അമ്മ മുൻ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു എന്നിവർക്കെതിരെ കോഴിക്കോട് നടക്കാവ് പോലീസ് കേസെടുത്തത്. അമ്മയിൽ അംഗത്വം നൽകുന്നതിന് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകണമെന്ന് ഇടവേള ബാബു ആവശ്യപ്പെട്ടെന്നാണ് പരാതി. സെറ്റിൽ വെച്ച് മോശമായി പെരുമാറിയെന്നും വിനോദയാത്ര പോകാൻ നിർബന്ധിച്ചെന്നുമാണ് സുധീഷിനെതിരായ പരാതി. പീഡന പരാതിയിന്മേൽ കൊച്ചിയിലെ നടിയുടെ മൊഴിയും
ആലുവ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രേഖപ്പെടുത്തി. സംവിധായകൻ തുളസീദാസിനെതിരായ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം നടിയുടെ മൊഴി രേഖപ്പെടുത്തി. അവൻ ചാണ്ടിയുടെ മകൻ എന്ന സിനിമയുടെ ചിത്രീകരണ സമയത്ത് സംവിധായകനിൽ നിന്ന് മോശം പെരുമാറ്റമുണ്ടായെന്നാണ് പരാതി. 2018 ഒക്ടോബറിൽ അമ്മയ്ക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് അവർ കുറ്റപ്പെടുത്തി. അതേസമയം സംവിധായകൻ VK പ്രകാശിനെതിരായ ലൈംഗിക ആരോപണ പരാതിയിൽ പോലീസ് യുവതിയുടെ രഹസ്യമൊഴിയെടുക്കും. പള്ളിത്തോട്ടം പോലീസാണ് കൊല്ലം CJM കോടതിയിൽ അപേക്ഷ നൽകിയത്. 24 കോഴിക്കോട്. ADGP MR അജിത് കുമാർ ഉൾപ്പെടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ PV അൻവർ MLA യോട് നടത്തിയ പരാമർശങ്ങളിൽ പത്തനംതിട്ട SP S സുജിത് ദാസിനെതിരെ വകുപ്പുതല അന്വേഷണം. SP-യെ നേരിട്ട് വിളിച്ച് DGP വിശദീകരണം തേടി. സുജിത് ദാസിനെതിരെ നടപടി വേണമെന്ന് ADGP അജിത് കുമാറും ആവശ്യപ്പെട്ടു. വിവാദത്തിന് പിന്നാലെ പത്തനംതിട്ട SP 3 ദിവസത്തെ അവധിയിൽ പ്രവേശിച്ചു. കേരള പോലീസിനാകെ നാണക്കേടുണ്ടാക്കുന്ന വെളിപ്പെടുത്തലുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. അളിയന്മാരെ ഉപയോഗിച്ച് ക്രമസമാധാന ചുമതലയുള്ള ADGP വിവിധ ജില്ലകളിൽ കച്ചവടം നടത്തുന്നുവെന്നായിരുന്നു പത്തനംതിട്ട SP സുജിത് ദാസ് PV അൻവർ MLA-യോട് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ഫോൺ സംഭാഷണത്തിൽ SP പരാമർശങ്ങൾ നടത്തിയിരുന്നു. IPS അസോസിയേഷനിൽ പോലും പൊട്ടിത്തെറിയുണ്ടാക്കിയ ഫോൺ സംഭാഷണത്തിന് പിന്നാലെ സുജിത് ദാസിനെ വിളിച്ചു വരുത്തി DGP ശകാരിച്ചു. അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ADGP MR അജിത് കുമാർ കത്തും നൽകി. പോലീസ് ആസ്ഥാനത്ത് MR അജിത് കുമാറിനെ കാണാൻ SP ശ്രമിച്ചുവെങ്കിലും അനുമതി ലഭിച്ചില്ല. വിവാദങ്ങൾ മുറുകുന്നതിനിടെ SP അവധിയിൽ പോയി. ആരോപണത്തിൽ CBI അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇത് യഥാർത്ഥത്തിൽ മറ്റ് ഏജൻസികളെ കൊണ്ട് അന്വേഷിക്കണം. ഗുരുതരമായ അഴിമതി ആരോപണമാണ്. 25 കൊല്ലം CPM-ന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യുമെന്നാണ് സൂചന. SP-യുടെ വെളിപ്പെടുത്തലുകളിൽ കാര്യമുണ്ടെന്നും എന്നാൽ പുറത്തുവന്ന രീതി ശരിയല്ലെന്നുമാണ് IPS അസോസിയേഷനിലെ ഒരു ഭാഗം പറയുന്നത്. ആക്ഷേപങ്ങൾ ആഭ്യന്തര വകുപ്പിന് വീണ്ടും തലവേദനയാകുമ്പോൾ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകുമോ എന്നതും ശ്രദ്ധേയമാണ്. 24 കൊച്ചി. എറണാകുളം കളമശ്ശേരിയിൽ സ്വകാര്യ ബസ്സിൽ കണ്ടക്ടറെ കുത്തിക്കൊലപ്പെടുത്തി. ഇടുക്കി സ്വദേശി അനീഷാണ് കൊല്ലപ്പെട്ടത്. കൊലയ്ക്ക് ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കളമശ്ശേരി HMT ജംഗ്ഷനിൽ ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അരുംകൊല. ഓടിക്കൊണ്ടിരുന്ന ബസ് ട്രാഫിക് ബ്ലോക്കിൽ പെട്ടപ്പോഴാണ് പ്രതി ഓടിക്കയറിയത്. വാക്കുതർക്കത്തിനൊടുവിൽ അനീഷിന്റെ കഴുത്തിലും നെഞ്ചിലും കത്തികൊണ്ട് കുത്തി. ഇതോടെ യാത്രക്കാർ ഇറങ്ങിയോടി. പിന്നാലെ പ്രതിയും ഓടി. എന്റെ സഹോദരിയെ നീ കളിയാക്കുമോ എന്ന് ചോദിച്ചായിരുന്നു പ്രതിയുടെ ആക്രമണമെന്ന് ദൃക്സാക്ഷി മൊഴി നൽകി. ആ ബസ്സില് ഓടിക്കേറി വന്ന് കുത്തി കൊന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ആൾക്കാർ നിറച്ചായോണ്ടൊന്നും കാണാൻ പറ്റിയില്ല. ഒരു പയ്യനാണ് അവനങ്ങോട്ട് മൂലപ്പാടത്തേക്ക് ഓടിയെന്നാണ് അറിഞ്ഞത്. ബസ് യാത്രക്കാർ കുറവായിരുന്നു. പ്രതി HMT ജംഗ്ഷനിൽ നിന്ന് മൂലേപ്പാടം നഗർ വഴി കത്തിയുമായി ഓടുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഓടുന്നതിനിടെ റോഡിലേക്ക് വീണ മൊബൈൽ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൃത്യമായിട്ട് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമറ മറ്റു കാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. മുൻവൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. വൈറ്റില കളമശ്ശേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന അസ്ത്ര എന്ന സ്വകാര്യ ബസ്സിൽ 1 വർഷമായി കണ്ടക്ടറാണ് കൊല്ലപ്പെട്ട അനീഷ്. 24 കൊച്ചി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങാകാൻ 24 എന്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിയുടെ ഭാഗമായി വയനാട് കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ നാളെ പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം നടക്കും. പരിപാടിയുടെ പ്രചരണാർത്ഥം വയനാട് ടൂറിസം കൂട്ടായ്മ 24മായി കൈകോർത്ത് ബൈക്ക് റാലി സംഘടിപ്പിച്ചു. നാളെ വയനാട് നടക്കുന്ന 24 പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് എന്റെ കുടുംബം വയനാടിനൊപ്പം പരിപാടിയും സംഘടിപ്പിച്ചിട്ടുള്ളത്. 24 കണക്റ്റുമായി സഹകരിച്ച് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ചൂരൽമല മുണ്ടക്കൈ നിവാസികൾക്ക് കൈത്താങ്ങാകാനാണ് പരിപാടി. പരിപാടിയുടെ പ്രചരണാർത്ഥം വയനാട് ടൂറിസം കൂട്ടായ്മ 24മായി കൈകോർത്ത് മെഗാ ബൈക്ക് റാലി നടത്തി. ടി സിദ്ദിഖ് MLA ബൈക്ക് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. നാളെ വയനാട് കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ ദുരന്തബാധിതർ, രക്ഷാപ്രവർത്തകർ, പൊതുപ്രവർത്തകർ, ഉദ്യോഗസ്ഥർ, ഫ്ലവേഴ്സ് കുടുംബാംഗങ്ങൾ, കലാകാരന്മാർ, 24 അവതാരകർ എന്നിവർ ആദ്യമായി ഒരു വേദിയിൽ ഒത്തുചേരും. നമ്മൾ 24 കണക്ട് ഒപ്പമുണ്ട്. വയനാടിനെ നമ്മൾ അണച്ചു നിർത്തും. വയനാടിന്റെ ദുഃഖങ്ങൾ പങ്കിടാൻ നമ്മളൊപ്പം ഉണ്ടാകും. ഇനി അതിജീവനത്തിന്റെ നാളുകളാണ്. മുന്നോട്ടുള്ള യാത്രയിൽ വയനാട് ഒറ്റയ്ക്കല്ല. രാവിലെ 7 മണിക്ക് ഗുഡ് മോർണിംഗ് വിത്ത് R ശ്രീകണ്ഠൻ നായർ സ്പെഷ്യൽ മോർണിംഗ് ഷോ ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിത മേഖലകളിൽ നിന്നായിരിക്കും. 24 വയനാട്. ഇന്ന് സംഭവിച്ചത് അവസാനിക്കുകയാണ്. ഇനി